വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പഠിക്കാൻ വേണ്ടി. ഓക്കെ, ഫീഡ്ബാക്ക് സിസ്റ്റം ആരെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സിസ്റ്റം ഉള്ളൂ, ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നമ്മൾ പറയുന്ന സിസ്റ്റത്തിന്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും പറയുന്നത്. ഫീഡ്ബാക്ക് സിസ്റ്റത്തിന്റെ പ്രത്യേകത, ഫീഡ്ബാക്ക് സിസ്റ്റം ഈസ് ഓൾസോ റെഫർഡ് ടു ആസ് എ മെഷറിംഗ് സിസ്റ്റം. ഈ ഫീഡ്ബാക്ക് സിസ്റ്റത്തിന് നമ്മൾ പറയുന്നത് ഒരു മെഷറിംഗ് സിസ്റ്റം ആയിട്ടായിരിക്കും പറയുന്നത്. യൂസസ് പൊസിഷൻ ആൻഡ് സ്പീഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് ടു കണ്ടിന്യൂസ്ലി മോണിറ്റർ the position at which the cutting tool is located at any particular instant. ഇപ്പൊ നമ്മളുടെ ഇരിക്കുന്ന ഒരു CNCയുടെ സിസ്റ്റം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഫീഡ്ബാക്ക് സിസ്റ്റം നിങ്ങൾ ഇതാക്കി ഒരു ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിലെന്തായിരിക്കുന്നത്, കട്ടിംഗ് ടൂൾ ഇപ്പൊ എവിടെയാണ് ഇരിക്കുന്നത്, അതുപോലെ തന്നെ കട്ടിംഗ് ടൂളിന്റെ പൊസിഷൻ എവിടെയാണ് ഇരിക്കുന്നത്, അതുപോലെ തന്നെ സ്പീഡ് അല്ലെ, എത്ര സ്പീഡിലാണ് ആ ഒരു കട്ടിംഗ് ടൂൾ മൂവ് ചെയ്യുന്നത്, ആ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ എവിടെയാണ് ആ ഒരു കട്ടിംഗ് ടൂൾ ആക്ച്വലി ഇരിക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓൾറെഡി നമുക്ക് ഡിസ്പ്ലേയിൽ നമുക്ക് സെറ്റിംഗ്സിൽ ഇപ്പൊ ഏത് സ്റ്റെപ്പാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പറ്റും. പക്ഷെ അത് എല്ലാം അറിയാൻ വേണ്ടി ഉള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഫീഡ്ബാക്ക് സിസ്റ്റം കാരണമാണ്. ഓക്കെ അല്ലേ? The MC uses the difference between the reference signal and the feedback signal to generate the control signals for the correct position and speed errors. അതായത് MCU എന്ന് പറഞ്ഞ സാധനം ഒരു റെഫറൻസ് സിഗ്നലും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് നമുക്ക് കൊടുത്തിട്ട് തിരിച്ചു വരാനുള്ള രീതിയിൽ ഒരു ഫീഡ്ബാക്ക് സിഗ്നലും കൂടെ കൊടുത്തിട്ടായിരിക്കും ഇപ്പൊ എവിടെയാണ് ആ ഒരു കട്ടിംഗ് ടൂൾ ഇരിക്കുന്നതെന്നുള്ള പൊസിഷൻ അത് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ ബേസിസിലായിരിക്കും ഇതാക്കുന്നത്. പിന്നെ ഈ ഫീഡ്ബാക്ക് സിസ്റ്റം എപ്പോഴും നമ്മൾ വെക്കുന്നത് പുറത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിന്റെ പുറത്തായിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം എന്നുള്ള സംഗതി കൊണ്ടുവന്ന് വെക്കുന്നത്. നോക്കി, ഒരു പ്രോഗ്രാം ഇൻപുട്ട് അകത്തോട്ട് കൊടുക്കുന്നുണ്ട്, കമാൻഡ് വാല്യൂ അകത്തോട്ട് വായിക്കുന്നുണ്ട്, എന്നിട്ട് ഡ്രൈവ് മോട്ടറിലോട്ടായിരിക്കും ആ ഒരു വാല്യൂവിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ ആ ഡ്രൈവ് മോട്ടറിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും സ്ലൈഡ്. ക്ലോസ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റത്തിൽ ഇല്ല 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 ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇല്ലില്ല, അവിടെ മോണിറ്റർ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇതും ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ഉള്ള സാധനങ്ങളായിരിക്കും ഉപയോഗിക്കുക കേട്ടോ. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞ രീതി ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ സിസ്റ്റം ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പകരം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെക്ഷൻ ആയിട്ടുള്ള ഈ ഒരു ഫീഡ്ബാക്ക് വരുന്ന സെക്ഷൻസ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റംസ് ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, സ്ലൈഡ് മെഷർമെന്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു എൻകോഡർ എന്ന് പറഞ്ഞ യൂണിറ്റ് കാണും. ഈ എൻകോഡറിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഫീഡ്ബാക്ക് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിന്റെ ഇതുണ്ടല്ലോ, ഒരു കമ്പ്യൂട്ടർ കൺട്രോളിന്റെ ആ ഒരു സ്ക്രീനിലോട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എവിടെയാണ് ഇതിന്റെ പൊസിഷൻ എന്നുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും. ഈ ടോട്ടൽ സിസ്റ്റത്തിന്റെ പുറത്തായിരിക്കും നമ്മൾ എന്തിനെ കൊണ്ടുവന്ന് വെക്കുന്നത്, എൻകോഡർ എന്നുള്ള സെറ്റപ്പ് കൊണ്ടുവന്ന് വെക്കുന്നത്. ഈ എൻകോഡർ ആണ് ആക്ച്വലി എന്തിന്റെ വരുന്നത്, നമ്മുടെ ആ ഒരു ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വസ്തു എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് എൻകോഡർ എന്നുള്ള സാധനമായിരിക്കും. ഓക്കെ അല്ലേ? ഇതാണ് ആ ഫീഡ്ബാക്ക് സിസ്റ്റത്തിന്റെ കാര്യം. ഇതെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള സാധനമാണ്. അപ്പൊ അതൊന്നും വീണ്ടും എടുക്കണ്ട. ഫീഡ്ബാക്ക് സിസ്റ്റം ക്ലിയർ അല്ലേ? ഫീഡ്ബാക്ക് സിസ്റ്റം ഫീഡ്ബാക്ക് സിസ്റ്റത്തിന്റെ കുറച്ചുകൂടെ മേളിലോട്ട് വേറൊരു സാധനം കൊടുത്തിട്ടുണ്ട്, കൺട്രോൾ സിസ്റ്റം എന്നാണ്. CNC മെഷീൻ ദർ ആർ മെയിൻലി 2 ടൈപ്പ് ഓഫ് കൺട്രോൾ സിസ്റ്റംസ് അല്ലെ, 2 ടൈപ്പ് ഓഫ് കൺട്രോൾ സിസ്റ്റംസ് ആണ് അവൈലബിൾ ആയിരിക്കും. ഒരെണ്ണത്തിന് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിനും രണ്ടാമത്തിന് പറഞ്ഞ ക്ലോസ് ലൂപ്പ് ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റം. ആദ്യത്തെ സാധനം പറയുന്ന ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആണ്. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൽ ഒരു മെഷീൻ കൺട്രോൾ യൂണിറ്റ് കാണും, ഒരു ഡ്രൈവ് മോട്ടർ കാണും, അതിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് സ്ലൈഡുകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിനകത്ത് ഒരു കാരണവശാലും സ്ലൈഡ് എവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ കട്ടിംഗ് ടൂളിന്റെ പൊസിഷൻ എവിടെ ഇരിക്കുന്നു അതൊന്നും നമുക്ക് ഇതിനകത്ത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അത്തരത്തിലുള്ള കൺട്രോൾ സിസ്റ്റം ആയിരിക്കും ഓപ്പൺ കൺട്രോൾ സിസ്റ്റം. അപ്പൊ അത് വായിക്കുക എന്താണ് ഓപ്പൺ കൺട്രോൾ സിസ്റ്റം ഇൻ വിച്ച് there is no arrangement for detecting or comparing the actual position of the cutting tool on the job with the command കേട്ടോ സ്റ്റഡീസ്. അതായത് നമ്മൾ കൊടുക്കുന്ന കമാൻഡ് അനുസരിച്ചിട്ട് ഇപ്പൊ എവിടെയാണ് ആ ഒരു കറണ്ട് പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു സംഗതി ഇല്ല. അതായത് ചുമ്മാ ഇരുന്ന് കട്ട് ചെയ്യുന്നു. നമ്മളിപ്പോ പറയുന്ന രീതിയിൽ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മളെ ഒരു മാനുവൽ ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ മാനുവൽ ആയിട്ടാണ് ചുമ്മാ കൊടുക്കുന്നതെങ്കിൽ എവിടെയാണ് സ്പീഡ്, എത്രയാണ് സ്പീഡ് എന്നുള്ള സാധനം അപ്പോഴും നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് മാനുവലി നമ്മൾ പറയണ്ട, അതൊരു CNC അല്ല, ഒരിക്കലും മാനുവൽ ഓപ്പറേഷൻ CNC അല്ല. അങ്ങനെ രീതിയിൽ വേണമെങ്കിൽ ചിന്തിച്ച് വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഓഫ് ചെയ്തിട്ടല്ലേ പിന്നീട് വീണ്ടും മെഷർമെന്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. ഓക്കെ, അതേപോലത്തെ ഇതിൽ നമുക്ക് ഓപ്പൺ ലൂപ്പിൽ യാതൊരു രീതിയിലുള്ള ഒരു ഐഡിയയും കിട്ടത്തില്ല എന്നുള്ള കണ്ടീഷൻ ആണ് ഇതിനകത്ത് വരിക. So therefore the system is not providing any check to see that the commanded position has actually been achieved. നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു പൊസിഷൻ
ആക്ച്വലി അച്ചീവ് ചെയ്തോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കത്തില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത് ഒരു ഡയമീറ്റർ ടേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ആ ഡയമീറ്ററിലോട്ട് എത്തിയോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ വേണ്ടി പറ്റത്തില്ല ഇത്തരത്തിലുള്ള സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ. അതുപോലെ there is no feedback information to the control also. Their system not good where extremely accurate position is required. അതായത് ഇത് ഉപയോഗിക്കുന്ന സിസ്റ്റമുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അത് എവിടെയാണ് നമുക്ക് അധികം ആക്യുറസി വരാത്ത ഒരു കണ്ടീഷനിലൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കയറ്റി കൊടുക്കാം, ഈ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഫിനിഷ് ടേണിംഗ് എന്ന് പറഞ്ഞ സംഗതിയിലോട്ടൊന്നും ഒരു കാരണവശാലും ഓപ്പൺ ലൂപ്പ് കൊടുക്കരുത്. അതിൽ നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് ഈ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞ ഒരു അറേഞ്ച്മെന്റ് വേണം കൊടുക്കാൻ. അല്ലാത്ത പക്ഷം ഒരു ആക്യുറസി ഇല്ലാത്ത ഒരു കണ്ടീഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ വേണമെങ്കിൽ ഓപ്പൺ ലൂപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ അടുത്ത നമ്മൾ പറയുന്നത് ക്ലോസ്ഡ് ലൂപ്പ് ആണ്. അതിൽ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ഈസ് യൂസ്ഡ് വെരി ഓഫൺ when we talk about CNC മെഷീൻ. നമ്മൾ പറയുന്ന CNC മെഷീനിൽ കൂടുതലായിട്ട് നമ്മൾ പറയുന്ന സംഭവത്തിനകത്ത് അതിനകത്ത് ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കും പറയുന്നത്. അപ്പം the term signifies that the control system has the provision to ensure that the tool reaches the desired position at the correct feed rate even if some errors creep in due to the unforeseen reasons. അതായത് ചില കണ്ടീഷൻ ഇപ്പൊ എല്ലാം നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ആക്യുറസി എന്നുള്ള രീതിയിൽ നമുക്ക് എന്താണ് കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇപ്പം എവിടെയാണ് ആക്ച്വലി ഇരിക്കുന്ന ടൂളിന്റെ പൊസിഷൻ, അതുപോലെ തന്നെ നമ്മൾ അവിടെ ഇരിക്കുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഫീഡ് റേറ്റ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് ഇപ്പം അറിയാൻ വേണ്ടി പറ്റും. ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈസിലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റം ആയിരിക്കും ഈ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. നോക്കാം ക്ലോസ്ഡ് ലൂപ്പിൽ എന്താ ചെയ്യുന്നത് നോക്കാം. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞു ഒരു ഫ്രീക്വൻസി ഉണ്ടായിരുന്നു. ആ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇതിനകത്ത് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ബൈ ദ ഹെൽപ്പ് ഓഫ് എൻകോഡർ അല്ലെ. എൻകോഡറിന്റെ ഹെൽപ്പോട്, എൻകൗണ്ടർ അല്ല എൻകോഡറിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് ആ ഒരു ഫ്രീക്വൻസിനെ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പൊ അവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നത് ഫോർ ഇൻസ്റ്റന്റ് ഇൻ ദ പ്രീവിയസ് എക്സാമ്പിൾ അതായത് ഒരു 60,000 pulses sent in 2 minutes where the control should cause a tool travel for 60 mm at 30 mm per minute എന്ന് പറഞ്ഞ രീതിയിൽ ഇതാണ്. അതായത് ആക്ച്വലി അതായത് 30 mm per minute എന്നുള്ള രീതിയിലായിരിക്കും ഇതാകുന്നത്. അതിൽ 60 mm ട്രാവൽ ചെയ്തു. അതായത് ഇതൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന്. അതായത് നമുക്ക് ഇതിനകത്ത് ഇത്രയും പൾസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പൾസ് ജനറേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടായിരിക്കും ഈ എൻകോഡർ എന്ത് ചെയ്യുന്നത്, മേടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു എന്തിലോട്ട് നമ്മുടെ ആ ഒരു MCU കൊടുക്കുമ്പോഴത്തേക്കും ആ MCU ഇതിനെ കൺവേർട്ട് ചെയ്യും. ഈ പൾസ് ജനറേറ്റ് ചെയ്യുന്നില്ലേ, ഫ്രീക്വൻസി ആണ് പൾസിൽ പറയാ. ഈ പൾസ് ജനറേറ്റ് ചെയ്യുന്നതിന് നമ്മുടെ ആ ഒരു MCU കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്തിലോട്ട് കിട്ടും, ഈ mm per minute എന്നുള്ള ഒരു വാല്യൂലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് തരും കേട്ടോ. അതാണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. എത്ര ഫീഡ് റേറ്റ് ആണെന്നും അതുപോലെ തന്നെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഈ പൾസിനെ ആയിരിക്കും ഇത് കൺവേർട്ട് ചെയ്ത് തരിക എന്നാണ് പറയുന്നത്. ഇനി control send these pulses, it cannot be ensured that the tool has really traveled exactly 60 mm. അതായത് നമുക്കൊരു കൺഫർമേഷൻ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നടക്കണമെന്നില്ല. പക്ഷെ ഒരു ഊഹത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഏറെക്കുറെ ഈ പൊസിഷനിലോട്ട് എത്തി എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. നമ്മൾ അതൊന്നും പഠിച്ചു വെക്കേണ്ട. നമ്മൾ എന്തായാലും ഫീഡ് റേറ്റ് എത്ര ഫീഡിലാണ് ഇതാക്കുന്നത്, അതുപോലെ തന്നെ പൊസിഷൻ എങ്ങനെയാണ്, അത് രണ്ടുമാണ് പറയുന്നത്. സ്പീഡ് ഫീഡ് റേറ്റ് അതെ. സ്പീഡ്. A closed loop has a device called encoder, and this can continuously ascertain the distance actually traveled by the tool and then monitor the same. അതായത് എത്ര ഡിസ്റ്റൻസ് ആണ് ടൂൾ ആക്ച്വലി ട്രാവൽ ചെയ്തെന്ന് മനസ്സിലാക്കുന്നതാണ് by the help of encoderന്റെ ഹെൽപ്പോട് കൂടി. In the form of feedback signal and the control. The control studies the feedback information and takes the corrective action in case any error is detected in the tool position or feed rate. അതായത് നമുക്ക് ആക്ച്വലി കൊടുക്കേണ്ട ഫീഡ് റേറ്റും ആക്ച്വലി കൊടുക്കേണ്ട ടൂളിന്റെ പൊസിഷന്റെയും നമുക്കൊരു ധാരണ കാണും. അപ്പം അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് ഇത് വെച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സപ്പോസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോഴേ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യിപ്പിക്കാൻ, ചേഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അതാണ് നമ്മളെ നോ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് സിസ്റ്റം ഇല്ലാത്ത ഒരു കണ്ടീഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, അത്ര ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇവിടെയാണ് ആക്യുറസി ഇൻക്രീസ് ചെയ്യും. ചേഞ്ച് എഡിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീഡ് റേറ്റ് 5 mm per minute എന്നുള്ള ഒരു ഫീഡ് റേറ്റ് ആണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്ത് വന്ന സമയത്ത് 6 mm per minute ആണ് ഫീഡ് റേറ്റ് എന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് നമ്മൾ തെറ്റാണ് അല്ലെ, നമ്മൾ ചെയ്തിരിക്കുന്ന സംഗതി തെറ്റാണ്. നമുക്ക് 6 mm പാടില്ല, 5 mm മതി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഫീഡ് റേറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന കമാൻഡിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് കാരണമായിരിക്കും ചിലപ്പം വരുന്നത്. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും.
സാധനം പോയി. സംഭവം ഇല്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതന്നേ ഉള്ളൂ. സംഭവം പോയി. സംഭവം തൊലഞ്ഞു. അതെ അതെ. ചുമ്മാ ഇനിയിപ്പോ ഇതേ ഫീഡ് റേറ്റ് ഇട്ടിട്ട് ഈ ഒരു വർക്ക് പീസിനെ വീണ്ടും വർക്ക് ചെയ്തോണ്ടിരുന്നെക്കാട്ടി പുതിയ വർക്ക് പീസ് ഇട്ടിട്ട് പരിപാടി തീർക്കാലോ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള സംഭവമല്ല. ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാൻ വേണ്ടിയിട്ടാണ്. അത്രയും രീതിക്കൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ തുടക്കകാലത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ. ഈ ഇപ്പം തുടക്കം നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു എൻകോഡറിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി, അയ്യോ നമ്മൾ 6 ആണ് ആക്ച്വലി നമുക്ക് അടിക്കാൻ വേണ്ടി ഇടുന്നത്, പക്ഷെ നമ്മൾ 5 അടിച്ചു പോയി, അല്ലെങ്കിൽ 5 കൊടുക്കേണ്ട സ്ഥലത്ത് 6 അടിച്ചു പോയിരുന്നു. അപ്പോഴേ തന്നെ മനസ്സിലാക്കി, അപ്പോഴേ തന്നെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് പുതിയ സംഭവത്തിലോട്ട് കൊടുക്കാന്നുള്ള എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇത് നോക്കിക്കോളാം. ഈ സാധനങ്ങൾ നമ്മുടെ എന്തിന്റെയാണ്, കൺട്രോൾ സിസ്റ്റത്തിന്റെ ബേസിസിലാണ്. ഓപ്പൺ ലൂപ്പ് ആണോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പിന്റെ ബേസിസിലായിരിക്കും CNC നെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതാണ് ഇവിടെ 2 പറയുന്നത്. MC-ന്റെ കൺട്രോൾ സിസ്റ്റത്തിനെ തന്നെയാണ് ഇതാക്കുന്നത്. മെഷീൻ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അതിന്റെ കൺട്രോൾ സിസ്റ്റത്തിന് CNC മെഷീന്റെ 2 ടൈപ്പ് ഓഫ് കൺട്രോൾ സിസ്റ്റംസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഓപ്പൺ ലൂപ്പ് എന്നും ക്ലോസ്ഡ് ലൂപ്പ് എന്നും. അതായത് ഇത് ടോട്ടലി കൺട്രോൾ ചെയ്യിപ്പിക്കുന്ന സംഗതി, അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു പൊസിഷനും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഇതിനകത്ത് ഡിസ്പ്ലേക്കകത്ത് കാണുന്ന രീതി അനുസരിച്ചിട്ടായിരിക്കും വ്യത്യാസം വരുന്നത്. അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യിപ്പിക്കുന്ന രീതി അനുസരിച്ചിട്ടായിരിക്കും വ്യത്യാസം വരിക. ഓക്കെ. ഇതൊക്കെ ഇതിനകത്ത് ടെക്സ്റ്റിനകത്ത് ഇത് ഓരോന്നും ഓരോ രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ആണ്, നമ്മുടെ ഏതിൻ്റെത്, നമ്മുടെ ടർണറിന്റെ ടെക്സ്റ്റ് ആണ്. നമ്മൾ ഓരോ ടെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ടൂൾ ആൻഡ് ഡൈ മേക്കറിന്റെ ടെക്സ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കി കഴിഞ്ഞു. ഇതിപ്പോ ടർണറിന്റെ ടെക്സ്റ്റിൽ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഫീഡ്ബാക്ക്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഇത് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇതൊക്കെ ചോദിക്കാം സാധ്യത. ആണല്ലേ, നോക്കാം. ഇവിടെ ഒരു കുറച്ച് സാധനം ഉണ്ട്, നമുക്ക് ഇത് വെച്ചേക്കാം, നമുക്ക് നോക്കാം. അതൊരു കുറച്ച് മാനുവൽ എന്താണ്, APT എന്താണെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യം. നമ്മൾ കണ്ടല്ലോ, സിംഗിൾ ബ്ലോക്ക് ഓട്ടോ മോഡ്, മാനുവൽ മോഡ്, MDA മോഡ് എന്ന് പറയും, ജോഗ്, ഇൻക്രിമെന്റൽ, എഡിറ്റ്, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കും. പറഞ്ഞതേ ഉള്ളൂ, എന്നാലും ഓക്കെ. ഓഫ്സെറ്റ് എല്ലാം പറഞ്ഞല്ലോ, വർക്ക് 0 ഓഫ്സെറ്റ്, ജോമെട്രിക്കലുണ്ട്, വിയർ ഓഫ്സെറ്റ്. ക്യാൻഡ് സൈക്കിള് നോക്കണോ? അത് വേണ്ട എന്നാണ് എന്റെ ഇത്. അത് ഇത് മാത്രം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ആ സമയത്ത് ചോദിക്കാൻ സാധ്യതയില്ല. കാര്യം അത് ഓർമ്മിക്കാനും പാട്. ആ ആ അതെ അതെ. ഇനി കട്ടിംഗ് പാരാമീറ്റർ, നമ്മളതിൽ ലെയ്ത്തിനകത്ത് നമ്മൾ ഓൾറെഡി ഒരു കട്ടിംഗ് പാരാമീറ്റർ പഠിക്കും. അതേ കട്ടിംഗ് പാരാമീറ്റർ തന്നെയായിരിക്കും നമ്മുടെ ഇതിനകത്തും വരുന്നത്, നമ്മുടെ CNC-ക്കകത്തും വരുന്നത്. അതിൽ വ്യത്യാസമില്ല. അതിനകത്ത് നമ്മൾ പഠിക്കും അതേ കട്ടിംഗ് പാരാമീറ്റർ തന്നെ. എന്നാലും ഒന്നുകൂടെ കേട്ട് വെച്ചേക്കുക, കട്ടിംഗ് സ്പീഡ്. ഇപ്പൊ കട്ടിംഗ് സ്പീഡിനെ പല രീതിയിൽ പറയുന്നുണ്ട് അല്ലെ, പെരിഫറൽ സ്പീഡ് എന്നൊക്കെ പറയും. കട്ടിംഗ് സ്പീഡ്, ഓക്കെ, കട്ടിംഗ് സ്പീഡിനെ പെരിഫറൽ സ്പീഡ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അതായത് കട്ടിംഗ് സ്പീഡിൽ നമ്മൾ സ്പീഡ് അറ്റ് വിച്ച് ദ കട്ടിംഗ് എഡ്ജസ് പാസസ് ഓവർ ദ മെറ്റീരിയൽ അല്ലെ. ആ മെറ്റീരിയലിന്റെ പുറത്ത് നമ്മുടെ ടൂള് കയറി അങ്ങ് പോയതിനു ശേഷം അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റൽ റിമൂവ് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ പാസസ് ഓവർ, അതിന്റെ പുറത്തൂടെ കയറിയിട്ട് മെറ്റൽ റിമൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്പീഡ് ആയിരിക്കും പറയുന്നത്. ആ ഒരു ഇതിനായിരിക്കും കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് അറ്റ് വിച്ച് ദ കട്ടിംഗ് എഡ്ജ് പാസസ് ഓവർ ദ മെറ്റീരിയൽ അല്ലെ. ആ മെറ്റീരിയലിന്റെ പുറത്തൂടെ കട്ടിങ് എഡ്ജ്, ആരുടെ, നമ്മുടെ ടൂളിന്റെ കട്ടിംഗ് എഡ്ജ് പാസ് ചെയ്യുന്ന ആ ഒരു ഇതിനെയായിരിക്കും, ആ ഒരു സ്പീഡ് എങ്ങനെയാണോ അതിനെയായിരിക്കും നമ്മൾ എന്തെന്ന് പറയാ, കട്ടിംഗ് സ്പീഡ് എന്ന് പറയാം. അപ്പം പിന്നെ വർക്ക് ഓഫ് ഡയമീറ്റർ D turned in on revolution, ഒരു റെവല്യൂഷനിൽ വിത്ത് എ ലെങ്ത് ഓഫ് ദ പോർഷൻ ദ വർക്ക് ഇൻ കോൺടാക്ട് വിത്ത് അല്ലെ, ഒരു പർട്ടിക്കുലർ ലെങ്ത്തിലോട്ടാണ് വരുന്നതെങ്കിൽ അത്രയും ലെങ്ത്, എത്ര ലെങ്ത്തിലായിരിക്കും പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π × D × N എന്നുള്ള രീതിയിലായിരിക്കും പോവുക അല്ലെ. πdN എന്നുള്ള രീതിയിലായിരിക്കും പോവുക ആക്ച്വലി. അപ്പം ആ ഒരു ഇതിനെ കൺവേർട്ട് ചെയ്യാണ് അല്ലെ, എന്തിലോട്ട് കൺവേർട്ട് ചെയ്യിപ്പിക്കാൻ, നമ്മൾ മീറ്റർ പെർ മിനിറ്റിലോട്ട് നമ്മൾ ആക്ച്വലി കൺവേർട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ πdN എന്ന് പറഞ്ഞ രീതിയിലാണെങ്കിൽ N ന് RPM ആയിരുന്നു, റെവല്യൂഷൻ പെർ മിനിറ്റ് ആയിരുന്നു. ആ മിനിറ്റിലെ റെവല്യൂഷനെ അതിനെ ഫുള്ളി നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്പ്രഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, πdN / 1000 കിട്ടും. യൂണിറ്റ് എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക, മീറ്റർ പെർ മിനിറ്റ്. ഓക്കെ. V എന്നറിയപ്പെടുന്നത് കട്ടിംഗ് സ്പീഡ് ആയിരിക്കും, അത് മീറ്റർ പെർ മിനിറ്റിൽ കിട്ടും. പൈ നമുക്കറിയാം അല്ലെ, 3.14 എന്നോ അല്ലെങ്കിൽ 22/7 എന്നോ കിട്ടും. DB ദ ഡയമീറ്റർ ആയിരിക്കും. ഡയമീറ്റർ നമ്മൾ ഓൾറെഡി എത്രയിലാണ് കൊടുക്കുക, MM-ലായിരിക്കും കൊടുക്കുക. N എന്നറിയപ്പെടുന്ന RPM ആയിരിക്കും കൊടുക്കുക അല്ലെ. N എത്ര RPM-ലാണ് ഇത് കറങ്ങുന്നത്. ഓക്കെ അല്ലേ?
ഇനി അതുപോലെ അടുത്ത പാസസ് ഓവർ ദ മെറ്റീരിയൽ അല്ലെ, നമ്മുടെ ആ ഒരു കട്ടിംഗ് എഡ്ജ് പാസസ് ഓവർ ദ മെറ്റീരിയൽ, മെറ്റീരിയലിന്റെ പുറത്തൂടെ പാസ് ചെയ്യിപ്പിക്കുന്ന ആ സ്പീഡിനെ പറയുന്ന പേരായിരിക്കും സ്പീഡ് അറ്റ് വിച്ച് ദ കട്ടിംഗ് എഡ്ജ് പാസസ് ഓവർ ദ മെറ്റീരിയൽ, അതിനായിരിക്കും പറയുന്നത്. നമ്മളിപ്പം ടേണിംഗ് അല്ലേ ചെയ്യുന്നത്, അപ്പൊ പിന്നെ ചുറ്റും കട്ടിംഗ് എഡ്ജ് പാസസ് ഓവർ ദ മെറ്റീരിയൽ, മെറ്റീരിയലിന്റെ പുറത്തൂടെ പാസ് ചെയ്യുന്ന ആ സ്പീഡ്, അതിന്റെ പുറത്തൂടെ പാസ് ചെയ്യുന്ന സ്പീഡ്, അതാണ് നമ്മുടെ ആക്ച്വലി കട്ടിംഗ് സ്പീഡ് എന്ന് പറയാം. അപ്പൊ കട്ടിംഗ് സ്പീഡ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയുന്നത്. അത് കട്ടിങ്ങിന്റെ ഇതുണ്ടെങ്കിൽ കട്ടിംഗ് എഡ്ജ്, നമ്മുടെ ഇരിക്കുന്ന ടൂളിന്റെ കട്ടിംഗ് എഡ്ജ് നമ്മളിരിക്കുന്ന വർക്ക് പീസിന്റെ മെറ്റീരിയലിന്റെ പുറത്തൂടെ പാസ് ചെയ്യുന്ന, ഓവർ പാസ് ചെയ്യുന്ന എത്ര സ്പീഡിലാണ് പാസ് ചെയ്യുന്ന എന്നുള്ള രീതിയിൽ അത് കട്ടിംഗ് പോസിബിൾ ആക്കുന്ന ആ സ്പീഡ് ആണ് ആക്ച്വലി, അങ്ങനെ രീതിയിലാണ് പറയുന്നത്. അതിനെക്കാട്ടി ഈ സെന്റൻസ് അങ്ങനെ അങ്ങ് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റ്. മറ്റൊക്കെ നമ്മൾ പറഞ്ഞു വരുന്ന സമയത്ത് വ്യത്യാസമായി പോകും. കേട്ടില്ല. അതായത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യിപ്പിക്കുന്നു, ആ വർക്ക് പീസിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ കട്ടിംഗ് എഡ്ജ് കൊണ്ടുവന്ന് വെക്കുകയാണ്. കട്ടിംഗ് എഡ്ജ് ആരുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, ടൂളുമായിട്ട് കൊണ്ടുപോകും. അപ്പൊ ടൂൾ കൊണ്ട് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ടൂൾ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന സ്പീഡ്, അത്രേ ഉള്ളൂ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന സ്പീഡ്, അല്ലാതെ നിങ്ങൾ ഇത് കൊണ്ടുപോകുന്ന സ്പീഡ് വ്യത്യാസമാണ്, അതിനെ പറയുന്ന സ്പീഡായിരിക്കും. ഓക്കെ, മൂവ് ചെയ്യുന്ന പറഞ്ഞാൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന ഒരു സ്പീഡ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ക്ലിയർ അല്ലേ? മെറ്റീരിയൽ റിമൂവ് ആവുന്ന ഒരു സ്പീഡ്, എത്ര സ്പീഡിലാണ് മെറ്റീരിയൽ റിമൂവ് ആവുന്നത്, അത്രേ ഉള്ളൂ. അതായത് ഒരു ചുമ്മാ കടന്ന ഒരു ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന RPM എന്ന് പറയുന്നത് അതല്ലേ, അതായത് ചുമ്മാ കടന്ന ഒരു സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിന്റെ പുറത്തൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പൈഡിയൻ എന്ന് പറഞ്ഞ സാധനം. പൈഡിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, ഈ ഒരു റൊട്ടേഷൻ സംഭവത്തിനല്ലേ നമ്മൾ എന്താണെന്ന് അറിയപ്പെടാം, 2πr എന്നോ അല്ലെങ്കിൽ പൈഡിയൻ എന്നോ അല്ലേ പറയുന്നത്, 2πr എന്നുള്ള സാധനം. അതെ അതെ അതെ, സർക്കംഫറൻസ്. അപ്പൊ ഇങ്ങനെ പൈഡി പറയും. n റൊട്ടേറ്റ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് എന്നും കൂടെ വരുന്നോണ്ടാണ് ഈ പൈഡിയൻ വരുന്നത് ആക്ച്വലി. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതെല്ലാം കൺഫ്യൂഷൻ ആയിട്ടുള്ള സാധനമാണ്, സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. കണ്ടില്ലേ, കൺഫ്യൂഷൻ ആണ് പക്ഷെ സിമ്പിൾ ആണ്. ഇതിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ മിക്കവാറും ഇതാക്കുന്നത്. പിന്നെ അതുപോലെ ഇവന്മാർക്ക് മറ്റു സാധനങ്ങളൊക്കെ ചോദിക്കും, n കൂടിയാൽ എന്ത് സംഭവിക്കും, b കൂടിയാൽ എന്ത് സംഭവിക്കും, d കൂടിയാൽ എന്ത് സംഭവിക്കും, കൺഫ്യൂഷൻ ആയിട്ട്. അത് ഓക്കെ, വെൻ മോർ മെറ്റീരിയൽ ഈസ് ടു ബി റിമൂവ്ഡ് ഇൻ ലെസർ ടൈം എ ഹയർ കട്ടിംഗ് സ്പീഡ് ഈസ് നീഡഡ്. അതായത് നമ്മുടെ പ്രത്യേകത പറയുന്ന ഒരുപാട് മെറ്റീരിയൽ നമുക്ക് വളരെ കുറച്ച് ടൈമിൽ നമുക്ക് ചിന്തിക്കാൻ പോകും തോന്നുന്നു കേട്ടോ. ഒരുപാട് മെറ്റീരിയൽ അല്ലേ, ഒരുപാട് മെറ്റീരിയൽ കുറച്ച് സമയത്ത്, നമ്മുടെ കയ്യിൽ കുറച്ച് സമയമേ ഉള്ളൂ, പക്ഷെ ഒരുപാട് മെറ്റീരിയൽ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ചിന്തിക്കാന്നുള്ള കാര്യമുള്ളൂ. നമ്മളതിൽ ഒരു കുറച്ച് സമയമേ ഉള്ളൂ, കുറച്ച് സമയത്തിൽ പെട്ടെന്ന് വർക്ക് ചെയ്യണമെങ്കിൽ സ്പീഡ് കൂട്ടിയാലേ പറ്റുള്ളൂ, സ്പീഡ് കൂട്ടിയാലേ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ സ്പീഡ് കൂട്ടുന്ന സമയത്ത് ദിസ് മേക്സ് ദ സ്പിൻഡിൽ ടു റൺ ഫാസ്റ്റർ ബട്ട് ദ ലൈഫ് ഓഫ് ദ ടൂൾ വിൽ ബി റെഡ്യൂസ്ഡ് ഡ്യൂ ടു മോർ ഹീറ്റ് ബീയിങ് ഡെവലപ്ഡ്. ഓക്കെ, അതായത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ നിങ്ങൾ ഒരുപാട് സ്പീഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത വരിക, കട്ടിംഗ് സ്പീഡ് ഭയങ്കര കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടൂൾ ലൈഫ് ഇല്ലാതായി പോകും. ടൂൾ ലൈഫ് ഇല്ലാതായി പോകും, കാരണം ഓവർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ ഇല്ലാതായി പോകും കണ്ടീഷൻ. അത്രേ ഉള്ളൂ. റെക്കമെൻഡഡ് കട്ടിംഗ് സ്പീഡ് ആർ ഗിവൺ ഇൻ എ ചാർട്ട്. നമുക്കത് പണ്ടെപ്പോഴും നമ്മളൊരു ചാർട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, അലുമിനിയത്തിന് എത്ര, കാസ്റ്റ് അയൺ എത്ര എന്നൊക്കെ ഉണ്ട്. അത് നമ്മളെല്ലാം ഒന്നും പഠിച്ചു വെക്കാൻ വേണ്ടി ഇനി പോകുന്നില്ല. ഇനി നമ്മൾ ഇനിയിപ്പം വേറെ ഏതെങ്കിലും എക്സാം വരുന്ന സമയത്തേ പഠിക്കുന്നുള്ളൂ. അതെ, VT റേസ് ടു n ഈസ് എ കോൺസ്റ്റന്റ് എന്നുള്ള സാധനം നമ്മൾ കാണുന്നുണ്ട്, ആ സാധനം കാണുന്നുണ്ട്. VT റേസ് ടു n ഈസ് എ കോൺസ്റ്റന്റ് എന്നുള്ള സാധനം കാണുന്നുണ്ട്, അത് നമ്മൾ അപ്പോഴും നോക്കാം. അപ്പം ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ ആ മെറ്റീരിയലിന് ഇതായിട്ടുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള എന്ത് നിങ്ങൾ എടുക്കണം, ഒരു കട്ടിംഗ് സ്പീഡ് എടുത്താൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, ഒരു കട്ടിങ് പോസിബിൾ ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. മെറ്റീരിയൽ ഏതിന്റെ മെറ്റീരിയൽ ആയിരിക്കും, വർക്ക് പീസിന്റെ മെറ്റീരിയൽ ആണ് പറയുന്നത്. വർക്ക് പീസിന്റെ മെറ്റീരിയൽ ഓരോന്നും അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുന്ന കട്ടിംഗ് ടൂൾ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ചിലപ്പോൾ HSS ആയിരിക്കും പറയാം, HSS കറസ്പോണ്ടിങ് ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂള്. അതേസമയം നമ്മുടെ ഇരിക്കുന്ന വർക്ക് പീസ് ഓരോന്ന് മാറ്റിക്കുന്ന അനുസരിച്ചിട്ട് നമ്മൾ അവിടെ എന്ത് മാറ്റിക്കൊണ്ടിരിക്കും, സ്പീഡുകൾ മാറ്റിക്കൊണ്ടിരിക്കും. നമുക്കറിയാന്നുള്ളത്. As far as possible, the recommended cutting speed are to be chosen for the chart and the spindle speed calculated before performing the operations. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യിപ്പിക്കാം, സ്പിൻഡിലിന്റെ സ്പീഡും കാര്യങ്ങളും നേരെ തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ.
നമ്മളതിൽ കട്ടിംഗ് സ്പീഡ് ഓൾറെഡി ഉണ്ട്, അതുപോലെ ഡയമീറ്റർ ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? സ്പിൻഡിലിന്റെ RPM എത്രയാണെന്നുള്ള സാധനം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്പിൻഡിൽ എത്ര രീതിയിൽ കറക്കണമെന്നുള്ള രീതിയിൽ നേരെ തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അതേ V ഉണ്ട്, ഡയമീറ്റർ നമുക്ക് അറിയാമെങ്കിൽ N-ന്റെ കാൽക്കുലേഷൻ നമുക്ക് നേരെ തിരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. അത് നമുക്ക് ചെയ്യുന്ന കാര്യമാണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു. ആ ആ ആ കട്ട് ചെയ്യുന്ന സ്പീഡ് അത്രേ ഉള്ളൂ. മെറ്റീരിയൽ അതിനെക്കാട്ടിയും നല്ല സാധനം മെറ്റീരിയൽ റിമൂവ് ആവുന്ന സ്പീഡ് അല്ലെ? അതും രണ്ടും ഒന്ന് തന്നെയല്ലോ, രണ്ടും ഒരേ സാധനം. ഇപ്പൊ കറക്റ്റ് കട്ടിംഗ് സ്പീഡ് വിൽ പ്രൊവൈഡ് ഹയർ ടൂൾ ലൈഫ് അണ്ടർ നോർമൽ വർക്കിംഗ് കണ്ടീഷൻ. അതായത് നമ്മളിപ്പം ഒരു റെക്കമെൻഡഡ് കട്ടിംഗ് സ്പീഡ് എന്നുള്ള രീതിയിൽ വെക്കാനുള്ള മെയിൻ സാധനം തന്നെ എന്താണ്? നമുക്ക് ടൂൾ ലൈഫ് നമുക്ക് ഇതിനെ മാക്സിമം ആക്കാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. അതായത് നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ 70-100 എന്നുള്ള രീതിയിലായിരിക്കും ഒരു കട്ടിങ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പീഡ് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ 70-100 നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? നമുക്ക് അത്രയും ദിവസം കൂടുതൽ ടൂൾ ഇരിക്കും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ അലുമിനിയത്തിന്റെ കേസ് എടുക്കുന്ന സമയത്തായിരിക്കും ഈ 70-100 പറയുന്നത്. അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിൽ എത്രയും ദിവസം കൂടെ എന്തിരിക്കുന്നുണ്ട്? ടൂള് ഉയിരോട് ഇരിക്കും. അപ്പൊ അത്രയും ദിവസം കൂടെ ഇരിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ നോക്കി ഇവിടെ കട്ടിംഗ് സ്പീഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 120 മീറ്റർ/മിനിറ്റ് ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമീറ്റർ അറിയാമെങ്കിൽ ഒരു റവല്യൂഷനിൽ എത്ര പാസ് ചെയ്യുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ RPM കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു റവല്യൂഷനിൽ പാസ് ചെയ്യുന്ന എങ്ങനെയാണ് പറയുന്നത്? ലെങ്ത് ഓഫ് ദ മെറ്റൽ പാസിംഗ് ദ കട്ടിംഗ് ടൂൾ ഇൻ ഓൺ റവല്യൂഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? πdn ആയിരിക്കും അല്ലെ? πdn. അല്ല πd അല്ലേ വരൂ? πdn ഉണ്ടോ? πd ആണോ? πd അല്ലേ വരും? πd അല്ലേ വരുള്ളൂ? πd into n അല്ലേ? the length of the portion of the work in contact with the tool is πdn. πdn ആണ് വരുന്നത്. πdn ന്റെ അവിടെ 1 വന്നത് അത്രേ ഉള്ളൂ. അപ്പൊ πd ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെ, πd. ഇത് πd ആണ് ആക്ച്വലി. കാര്യം എന്ന് പറഞ്ഞത് n-ന്റെ അവിടെ 1 വന്നോണ്ട് അവിടെ ഇത് കിട്ടി. അത് πd അറിയാം, അതുപോലെ തന്നെ ഇതിന്റെ d യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, π യുടെ വാല്യൂ ഓൾറെഡി അറിയാം, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് കിട്ടി. ഇനി πdn ഡിവൈഡ് ബൈ 1000 എന്ന് പറഞ്ഞ സാധനമായിരിക്കും നിങ്ങൾക്ക് കട്ടിംഗ് സ്പീഡ് കിട്ടുന്നത്. കട്ടിംഗ് സ്പീഡ് നമുക്ക് ഓൾറെഡി അറിയാം, 120 മീറ്റർ/മിനിറ്റ് എന്നറിയാം. ഇനി ഈ 1000 അങ്ങോട്ട് കൊണ്ടുപോവാ, ബാക്കി n അങ്ങനെ ഇട്ടിരിക്കുക, ബാക്കി ഈ πd യുടെ വാല്യൂ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ 120നെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1578 എന്ന് കിട്ടും. 120 into 1000 ഉണ്ട്, 1000-നെ ആയിരിക്കും 78.56 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് RPM ന്റെ വാല്യൂ ഇത് കിട്ടും. ചുമ്മാ കണ്ടോണ്ട് ചുമ്മാ കണ്ടെന്നേ. ഓക്കെ, ഇത് ഓരോന്ന് ചുമ്മാ കൊടുത്തിട്ടുള്ളൂ, അത് ചുമ്മാ വായിച്ചിരിക്കാം. ഫാക്ടേഴ്സ് ഗവേണിംഗ് ദ കട്ടിംഗ് സ്പീഡ്. കട്ടിംഗ് സ്പീഡുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടേഴ്സ് എന്നറിയപ്പെടുന്നത് നമുക്ക് ഫിനിഷ് ഇതാവും അല്ലെ? കട്ടിംഗ് സ്പീഡ് ഓവറായിട്ട് കൊടുക്കാനും പറ്റത്തില്ല, കട്ടിംഗ് സ്പീഡ് ഭയങ്കര കുറയ്ക്കാനും പറ്റത്തില്ല. അപ്പൊ ഒരു ഫിനിഷ് റെക്കോർഡ് അത് ഡിപ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് കട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടൂളിന്റെ ജോമെട്രിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റേക്ക് ആംഗിൾ എങ്ങനെ ഇരിക്കുന്നുണ്ട്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതെല്ലാം ആയിരിക്കും നമ്മൾ ടൂളിന്റെ ജോമെട്രിയിൽ നമ്മൾ പറയുന്നത്. അപ്പം ആ ടൂളിന്റെ ജോമെട്രിനെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കട്ടിംഗ് സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി പ്രോപ്പർട്ടീസ് ആൻഡ് റിജിഡിറ്റി ഓഫ് ദ കട്ടിംഗ് ടൂൾ ആൻഡ് ഇറ്റ്സ് മൗണ്ടിങ് അല്ലെ? അതായത് നമ്മുടെ കട്ടിംഗ് ടൂളിന്റെ മൗണ്ടിങ് എത്ര രീതിയിലാണ്, അല്ലെങ്കിൽ എത്ര നല്ല രീതിയിലാണ് അതിന് റിജിഡ് ആയിട്ട് വെക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കാം കേട്ടോ, ആ സാധനമൊക്കെ നോക്കാം. അത് നോക്കണം. അതായത് നമ്മളിപ്പം മറ്റേതിനകത്ത് ഓരോ മെറ്റീരിയൽ അനുസരിച്ചിട്ടായിരിക്കും ഈ പോസിറ്റീവ് നെഗറ്റീവും പറയുന്നത്. ഓക്കെ, ഓരോ മെറ്റീരിയൽ അനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ ചിലപ്പോ ഒരു നമ്മുടെ അതെ, അതിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റേതാണെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ആയിരിക്കും നമ്മൾ നെഗറ്റീവ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, കാസ്റ്റേൺ ഒക്കെ വരുന്നത്, കാസ്റ്റേൺ ഇല്ലേ? കാസ്റ്റേൺ ഒക്കെ നെഗറ്റീവ് ആണ് കൊടുക്കുന്നത്. കാസ്റ്റേൺ സീറോയ്ക്കും കൊടുക്കാറുണ്ട്, പക്ഷെ ഇതിലായിട്ട് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് അത് നെഗറ്റീവ് എന്നും പറയാറുണ്ട് ചിലതിൽ. നോട്ടായ അത് നോക്കണം. അതെ, ടൂൾ ജോമെട്രിയുടെ ആ സാധനത്തിൽ നമ്മൾ നോക്കുന്നതായിരിക്കും. ആ ടൂൾ ജോമെട്രിയുടെ
അതെന്തായാലും ഇതാക്കണം. അത് പക്ഷെ നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഇല്ല, ആ സാധനങ്ങളൊന്നും ഇല്ല. നമുക്കിപ്പോ പറയുന്ന ഒരു റെക്കമെൻഡേഷനിൽ ഒരു സംഗതി പറയുന്നില്ല, ബാക്ക് റേക്ക് ആംഗിൾ സൈഡ് റേക്ക് ആംഗിൾ എന്നൊക്കെ പറയുന്നില്ല, അത് ഇല്ല, അതില്ല, നമ്മുടെ ടെക്സ്റ്റിലില്ല. നമ്മൾ പഠിക്കും 7. അതെ. ഓക്കെ, അപ്പം ടൂൾ ജോമെട്രിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ടൂൾ ജോമെട്രി എന്താണ്, ഇപ്പം നമ്മളിപ്പം എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഏതായിരുന്നു നമ്മുടെ റേക്ക് ആംഗിളിന്റെ കേസ്. റേക്ക് ആംഗിൾ മാത്രമല്ലല്ലോ, ഒരുപാട് സൈഡ് റിലീഫ് ആംഗിൾ ഉണ്ട്, അതുപോലെ തന്നെ എൻഡ് കട്ടിംഗ് എഡ്ജ്, സൈഡ് കട്ടിംഗ് എഡ്ജ്, ഇതെല്ലാം വരുന്നതായിരിക്കും ടൂൾ ജോമെട്രി. അതായത് ടൂൾ ആക്ച്വലി ഇരിക്കുന്ന, അല്ലെങ്കിൽ ടൂളിനകത്ത് എത്ര നിങ്ങൾ കൊടുക്കുന്ന റിലീഫ് ആംഗിൾ എത്രയാണ്, ക്ലിയറൻസ് ആംഗിൾ എത്രയാണ്, അതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കട്ടിംഗ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ റെക്ടാംഗിൾ മാത്രമാണ് പറഞ്ഞത് ഇപ്പം. പക്ഷെ റെക്ടാംഗിൾ മാത്രമല്ല, ടൂൾ ജോമെട്രി എന്ന് പറയുന്നത് നമ്മൾ നോസ് റേഡിയസ് എന്താ റെക്ടാ നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് ഇതാക്കുമ്പോൾ കട്ടിംഗ് സ്പീഡ് കുറയ്ക്കും. കുറയ്ക്കണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കട്ടിംഗ് എഡ്ജ് പെട്ടെന്ന് ഇതായിപ്പോ ഇല്ലാതായിപ്പോ. പിന്നെ അതുപോലെ ഫിനിഷ് വരുത്തണമെങ്കിൽ കട്ടിംഗ് സ്പീഡ് കൂട്ടണം. കൂട്ടണം ഫിനിഷിന് വേണ്ടിയിട്ട്. അതായത് നിങ്ങളിപ്പം ലാസ്റ്റ് ഒക്കെ ഫൈനലായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ കട്ടിംഗ് സ്പീഡ് കൂടുതലായിരിക്കും കൊടുക്കുക. ഓക്കെ, പിന്നെ കൂടുതൽ അടുത്തനിപ്പം അത് ഫീഡ് റേറ്റ് നമ്മൾ പറയും, എന്നാലും കൂടുതൽ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷ് കിട്ടോ, അല്ലെങ്കിൽ എന്താ അൺഫിനിഷ്ഡ് ആയി പോകും. കൂടുതൽ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ റഫായി, ഇല്ല റഫായി പോകും, സർഫസ് ഇല്ലാതായിപ്പോ, അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് ചിലപ്പോൾ ബ്ലണ്ട് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഫീഡ് റേറ്റ് അവർ പറയുന്ന റെക്കമെൻഡ് ചെയ്യുന്ന അത് തന്നെ അതാണ് പറഞ്ഞത്, ആ സെന്റൻസ് ഇങ്ങനെയാണ്, റെക്കമെൻഡഡ് ആയിട്ടുള്ള കട്ടിങ്ങിന്റെ ഫീഡ് ഉണ്ട്, റെക്കമെൻഡഡ് ആയിട്ടുള്ള കട്ട്, അതിനെ കാട്ടി ഒരുപാട് പ്രാവശ്യം താഴാനും പാടില്ല, ഒരുപാട് കൂടാനും പാടില്ല. ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഇത് ഇല്ലാതാവും, ഒരുപാട് താന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള കട്ടിങ് പോസിബിൾ ആകത്തില്ല. ഒരു ക്ലിയറൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും, പ്രോപ്പർ കട്ടിങ് നടക്കത്തില്ല. നമ്മുടെ ഡ്രില്ലിനകത്തൊക്കെ പറഞ്ഞ അതേ സാധനം തന്നെയാണ് ഇതിനകത്തും വരിക, വ്യത്യാസമൊന്നുമില്ല. ഇനി അടുത്ത നമ്മുടെ ഫാക്ടേഴ്സ് ഗവേണിംഗ് ദ കട്ടിംഗ് സ്പീഡിന്റെ സംഭവം പറയുന്നത് പ്രോപ്പർട്ടീസ് ആൻഡ് റിജിഡിറ്റി ഓഫ് ദ കട്ടിംഗ് ടൂൾ ആൻഡ് ഇറ്റ്സ് മൗണ്ടിങ്. അതായത് നമ്മളിപ്പം കട്ടിംഗ് ടൂളിനെ നിങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നത് ഒരു മൗണ്ട് അല്ലെങ്കിൽ ഒരു ടൂൾ പോസ്റ്റിന്റെ പുറത്താണെങ്കിൽ ആ ടൂൾ പോസ്റ്റിന്റെ പുറത്ത് ഇത് എത്രമാത്രം റിജിഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളൊരു കരുതലുണ്ട് അല്ലെ. നമ്മൾ ഓരോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടൂൾ പോസ്റ്റുകളും കാര്യങ്ങളും ഉണ്ടല്ലേ, സിംഗിൾ വേ ടൂൾ പോസ്റ്റ് എന്നും അതുപോലെ തന്നെ നമ്മുടെ ഫോർ വേ ടൂൾ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് റിജിഡിറ്റി കൂടുതൽ ഏത് കുറവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ സമയത്ത് എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. അത് ആ സമയത്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിജിഡിറ്റി എന്ന് പറഞ്ഞ സാധനം കട്ടിംഗ് സ്പീഡിന് മാറ്റർ ആണ്. ഇപ്പൊ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരുപാട് ഓവർ ആയിട്ടുള്ള ഒരു കട്ടിംഗ് സ്പീഡാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ റിജിഡിറ്റി കാണത്തില്ല. ഒരു സിംഗിൾ അല്ലെങ്കിൽ സിംഗിൾ ഇതിൽ ഉണ്ടല്ലോ, അതായത് ഒരു പില്ലർ ടൈപ്പിലാണ് നിങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നത്, ടൂൾ പോസ്റ്റിലാണ് കൊണ്ടുവന്ന് വെക്കുന്നതെങ്കിൽ റിജിഡിറ്റി ഇല്ല. ചിലപ്പോൾ എന്ത് ചെയ്യാം, അത് അതിന്റെ പുറത്തുനിന്ന് ചിലപ്പം ഇളവി പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രോപ്പർട്ടീസ് ആൻഡ് റിജിഡിറ്റി ഓഫ് ദ കട്ടിംഗ് ടൂൾ ആൻഡ് ഇറ്റ്സ് മൗണ്ടിങ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ വർക്ക് പീസിന്റെ മെറ്റീരിയൽ നമ്മൾ അത് ഓൾറെഡി കണ്ടു. ഓരോ വർക്ക് പീസിനും ഓരോ കട്ടിംഗ് സ്പീഡാണ് കൊടുക്കുന്നതെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത് പ്രോപ്പർട്ടീസ് ഓഫ് ദ വർക്ക് പീസ് മെറ്റീരിയൽ. ഇനി റിജിഡിറ്റി ഓഫ് ദ വർക്ക് പീസ് കണ്ടാറ്, നമ്മുടെ വർക്ക് പീസ് കൊണ്ടുവന്ന് വെക്കുന്ന റിജിഡിറ്റി ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഒരു ചക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ചക്കിനകത്ത് നമ്മൾ മൗണ്ട് ചെയ്ത് വെക്കുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ നേരെ പിടിച്ചിട്ട് ഇതിനെ ഒരു ഹെഡ് സ്റ്റോക്ക് ടെയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ ടെയിൽ സ്റ്റോക്കിന്റെ ഹെഡ് സ്റ്റോക്കിന്റെ ഇടയിൽ വെക്കുന്നതിന് റിജിഡിറ്റി, എത്രമാത്രം നല്ല ശക്തിയായിട്ട് വെക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് സ്പീഡൊക്കെ സമയത്ത് എന്ത് ചെയ്യാം, ചിലപ്പോൾ നമ്മുടെ ഇത് തെറിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കണം എന്തിനാ, അത് കട്ടിംഗ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യും. റിജിഡിറ്റി ഓഫ് ദ വർക്ക് പീസും റിജിഡിറ്റി ഓഫ് ദ ടൂളും ഡിപ്പെൻഡ് ചെയ്യും. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്ത് അല്ലെ, ഏത് ടൈപ്പ് ഓഫ് ഇനി ഏത് ടൈപ്പ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏത് ടൈപ്പ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് ആണ് യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ റിജിഡിറ്റി ഓഫ് ദ മെഷീൻ ടൂൾ. മെഷീൻ ടൂളിന്റെ റിജിഡിറ്റി, മെഷീൻ ടൂൾ എന്ന് പറഞ്ഞാൽ ടോട്ടലി നമ്മൾ എടുക്കുന്ന സെറ്റപ്പ്. അതായത് ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഏതാണ് ഒരു ഷേപ്പർ, മെഷീൻ ടൂൾ എന്ന് പറഞ്ഞാൽ ടോട്ടലി പറയുന്ന റിജിഡിറ്റി, അതായത് ടോട്ടലി കാര്യം പറയാണ്. അതായത് മില്ലിങ്. അതായത് ഇന്ന സാധനത്തിന് ഇന്ന കട്ടിംഗ് ഫ്ലൂയിഡ് തന്നെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ. ഇപ്പൊ അലുമിനിയം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കെറോസിൻ തന്നെ യൂസ് ചെയ്യണം. ഇപ്പൊ ഞാൻ അലുമിനിയം എടുത്ത സമയത്ത് ഒരു ഡ്രൈ ആയിട്ടാണ് നമ്മൾ അലുമിനിയത്തിനെ കട്ട് ചെയ്ത്, ഡ്രൈ ഈസ് ഓൾസോ ബി എ കട്ടിംഗ് ഫ്ലൂയിഡ് ആണല്ലോ. ഡ്രൈ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, പ്രോപ്പർ ഫിനിഷ് കിട്ടത്തില്ല.
അപ്പം എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള കട്ടിംഗ് സ്പീഡിലാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പം പ്രോപ്പർ ഫിനിഷിംഗ് കിട്ടത്തില്ല, കട്ടിംഗ് എഡ്ജ് ഇല്ലാതായി പോവുകയും ചെയ്യും. ഓക്കെ, അപ്പം അതാണ് അവരൊരു ഡിപ്പെൻഡന്റ് എന്നുള്ള ഒരു ഫാക്ടർ ആയിട്ട് എടുക്കുന്നത്. ടൈപ്പ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നത് അതും ഡിപ്പെൻഡന്റ് ആണ്. അതായത് ഒരുപാട് നിങ്ങൾ ഫീഡ് കൊടുക്കുമ്പോഴത്തേക്കും പ്രോപ്പർ ആയിട്ടുള്ള കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് കട്ടിംഗ് സ്പീഡാണ് കൊടുക്കുന്നതെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുക, അതാണ് പറയുന്നത്, റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഇനി ഇതും കൂടെ നോക്കിട്ടോ, ഫീഡും കൂടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു സംഭവത്തേക്ക്. Okay, feed. The feed is the distance it moves along the work for each revolution of work. It is expressed in mm per revolution. അതായത് ഇത് ഒരു റെവല്യൂഷൻ കറങ്ങുന്ന സമയത്ത് നിങ്ങൾ എത്രയാണോ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ടൂളിനെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നത്, നമ്മുടെ വർക്ക് പീസ് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, അതാണ് ചുമ്മാ ഒരു രീതിയിലാണ് പറയുന്നത്, ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ എത്ര പ്രാവശ്യം നമ്മൾ, അല്ലെങ്കിൽ എത്ര ലാണ് എന്തിനാ റൊട്ടേറ്റ് അല്ലെങ്കിൽ എന്തിനാ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോവാ, നമ്മളിരിക്കുന്ന ടൂളിനെ കൊണ്ടുപോവാ എന്ന് പറയുന്നതായിരിക്കും ഫീഡ് റേറ്റ്. ക്ലിയർ ആണോ? ഫീഡ് റേറ്റ് അത് എന്തിലാ പറയാ, റെവല്യൂഷനിലായിരിക്കും പറയാം. എത്ര ലാണ് നിങ്ങൾ എന്തിനെ കൊണ്ടുപോവാ, ആ ഒരു ടൂളിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോവാ വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ കട്ടിങ്, അല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ആ വർക്ക് പീസ് കറങ്ങുക. ആ അഡ്വാൻസ് ചെയ്യും, അത്രേ ഉള്ളൂ. എത്ര അഡ്വാൻസ് ചെയ്യും, അതാണ് നമ്മൾ ഇത് പറയുന്നത്. അതെ, യൂണിറ്റ് പറയുന്നത് per റെവല്യൂഷനിലായിരിക്കും, per റെവല്യൂഷൻ. പക്ഷെ നമ്മൾ per മിനിറ്റിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, per റെവല്യൂഷനിലും കണ്ടിട്ടുണ്ട്, per മിനിറ്റിലും കണ്ടിട്ടുണ്ടോ? per മിനിറ്റിലും ചില സമയങ്ങൾക്ക് റെവല്യൂഷൻ നമുക്ക് വേണമെങ്കിൽ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതാണ് per മിനിറ്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലോട്ട് ആക്കിയിരിക്കുന്നത്. റെവല്യൂഷൻ ഇല്ലേ, റെവല്യൂഷൻ പെർ മിനിറ്റ് എന്നുള്ള രീതിയെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യിപ്പിക്കുകയാണ്, വെറുതെ ഒരു മിനിറ്റ് എന്നുള്ള രീതിയിലോട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഫീഡിന്റെ യൂണിറ്റ് എന്നുള്ള രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത് per റെവല്യൂഷൻ ആണ്. ഓക്കെ അല്ലേ? ഇനി ഫാക്ടേഴ്സ് ഗവേണിംഗ് 4 ഉം 25, 94, 95. ഒരെണ്ണം per മിനിറ്റ് ആദ്യം വരുന്നു, per റെവല്യൂഷൻ 95 ആണ്. അതൊന്ന് എന്തായാലും ഓർമ്മിച്ച് വെച്ചാൽ. ഫാക്ടേഴ്സ് ഗവേണിംഗ് ഫീഡ്, നമ്മൾ ഫീഡിനെ എങ്ങനെയൊക്കെയാണ് ഫാക്ടേഴ്സ്, നമ്മൾ നേരത്തെ സ്പീഡിന് പറഞ്ഞ അതെ, നമ്മളിപ്പം ഫീഡിന് പറഞ്ഞിരിക്കുന്ന അതേ സംഭവം തന്നെ ഇതിനകത്ത് വരിക. പക്ഷെ ഇവിടെ എല്ലാം വരുന്നത് നോക്കിയ സർഫസ് ഫിനിഷ് റെക്കോർഡ് ആൻഡ് വർക്കിന്റെ പുറത്ത് കൊടുക്കുന്ന സർഫസ് ഫിനിഷ് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ഫീഡും കൊടുക്കാൻ പാടില്ല, ഒരുപാട് കുറച്ചും കൊടുക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ ആ സർഫസ് ഫിനിഷ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് അത് ഫാക്ടർ ആണ്. ഇനി റിജിഡിറ്റി ഓഫ് ദ ടൂൾ അല്ലേ, ടൂൾ നമ്മൾ വെക്കുന്ന ആ ഒരു റിജിഡിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള കൂളന്റുകൾ യൂസ് ചെയ്യാതെ കൂളന്റ് യൂസ് ചെയ്ത്, അതുപോലെ തന്നെ ടൂളിന്റെ ജോമെട്രി. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്ത പറഞ്ഞ സാധനമായിരിക്കും MRR, മെറ്റൽ റിമൂവൽ റേറ്റ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് മെറ്റൽ റിമൂവൽ എന്ന് പറയും, MRR. അത് ദ വോളിയം ഓഫ് മെറ്റൽ. അപ്പൊ വോളിയം ആണ്, വോളിയം എപ്പോഴും വരുന്നത് എന്തായിരിക്കും, ഒരു മീറ്റർ ക്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു യൂണിറ്റിൽ, അല്ലെങ്കിൽ ക്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഒരു യൂണിറ്റിൽ എപ്പോഴും വരിക അല്ലെ, ഒന്നെങ്കിൽ ആ ഒരു 3 കൂടെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്നൊക്കെ രീതിയിലായിരിക്കും നമ്മൾ വോളിയം പറയാം. അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ വരുന്ന റേറ്റ് ഓഫ് മെറ്റൽ റിമൂവൽ റേറ്റ്. അത്രേ ഉള്ളൂ. ഫീഡ് റേറ്റ്, ഡെപ്ത് ഓഫ് കട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഇരിക്കുന്ന ആ കട്ടിംഗ് സ്പീഡും ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയം ഓഫ് ദ മെറ്റൽ റിമൂവൽ ഈസ് ദ വോളിയം ഓഫ് ചിപ്പ് ദാറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ വർക്ക് ഇൻ 1 മിനിറ്റ്. അതായത് ഒരു മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കട്ടിംഗ് സ്പീഡും ഫീഡും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് നമ്മളെ ഇരിക്കുന്ന ഒരു വർക്ക് പീസിനെ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് ചിപ്പൊക്കെ തറയിൽ വീഴുന്നുണ്ട്. ആ ചിപ്പിനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാണ് എത്ര വോളിയം ചിപ്പാണ് തറയിൽ വീണത്, അല്ലെങ്കിൽ എത്ര ഗ്രാം ഓഫ് ഇതിനെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം എത്ര വോളിയം ഓഫ് ചിപ്പാണ് കളഞ്ഞു പോയത്, അല്ലെങ്കിൽ ആ ഒരു മെറ്റലിനെ നിങ്ങൾ വെച്ചിട്ട് റിമൂവ് ചെയ്തെന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും മെറ്റൽ റിമൂവൽ റേറ്റ്. ദ റേറ്റ് ഓഫ് മെറ്റൽ ഈസ് ഫൗണ്ട് ബൈ മൾട്ടിപ്ലൈങ് ദ കട്ടിംഗ് സ്പീഡ് എടുക്കണം, അതുപോലെ ഫീഡ് റേറ്റ് എടുക്കണം, അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് കട്ട് എടുക്കണം. ഇത് 3 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റ് ഓഫ് മെറ്റൽ റിമൂവൽ എന്ന് പറഞ്ഞ സാധനം കിട്ടും. കട്ടിംഗ് സ്പീഡിന്റെ യൂണിറ്റ് അറിയാം, ഫീഡ് റേറ്റ് അറിയാം, ഡെപ്ത് ഓഫ് കട്ടിന്റെ യൂണിറ്റ് അറിയാം. ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ യൂണിറ്റ് കിട്ടുമായിരുന്നു. ഓക്കെ, നോക്കാം. ഫോർ സൂപ്പർ HSS tools the feed would remain the same but the cutting speed would be increased by 50 to 20%. നമുക്ക് അതൊന്നും നോക്കണ്ട, അത് നമ്മൾ പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല. ലോവർ സ്പീഡ് റേഞ്ച് സ്യൂട്ടബിൾ ഫോർ ഹെവി റഫ് കട്ട്. നോക്കിയേ, നമ്മൾ ഹെവിയും അതുപോലെ തന്നെ റഫ് ആയിട്ടുള്ള കട്ടാണ് നിങ്ങൾ അടിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് നമ്മളിൽ ഇരിക്കുന്ന സ്പീഡ് നമ്മൾ കുറയ്ക്കണം. ഹയർ സ്പീഡ് എന്തിനാ ഉപയോഗിക്കുന്നത്, ലൈറ്റ് ആൻഡ് ഫിനിഷ് കട്ട് അല്ലെ, നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അതേസമയം നമുക്ക് ഫിനിഷ് ആയിട്ടുള്ള കട്ടാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ സ്പീഡ് കൂട്ടണം എന്നാണ് പറയുന്നത്.
ഫീഡ് is selected to suit the finish record and the rate of metal removal. എത്ര മെറ്റൽ റിമൂവൽ വരണം എന്നതിന്റെ അടിസ്ഥാനത്തിലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫിനിഷ് എത്ര വരണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ എന്തിനെ കൂട്ടാൻ, ഫീഡിനെ കുറയ്ക്കുക കൂട്ടുക ചെയ്യാം. അത്രേ ഉള്ളൂ. ഇവിടെ അടുത്തൊരു സാധനം കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കേട്ടോ. അത് കാർബൈഡ് ടൂൾ ആർ 3 to 4 times ഹയർ കട്ടിംഗ് സ്പീഡ് ദാൻ ദാറ്റ് ഓഫ് HSS ടൂൾസ് മേ ബി ചൂസൺ. അതായത് കാർബൈഡ് ടൂളുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ HSSനെ അപേക്ഷിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ സ്പീഡ് എന്നറിയപ്പെടുന്ന കട്ടിംഗ് സ്പീഡ് എന്നറിയപ്പെടുന്ന 3 to 4 times ഹയർ ആണ് എന്നുള്ള സാധനം പഠിച്ചു വെച്ചിരിക്കുക. ഇതിന്റെ റെക്കമെൻഡഡ് കട്ടിംഗ് സ്പീഡ് ആൻഡ് ഫീഡ് റേറ്റ് ഫോർ HSS ടൂൾസ് ലിസ്റ്റഡ്. നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന HSS ആണ് അല്ലെ. ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറഞ്ഞ സംഗതി ആയിരിക്കും നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത്. അതിന്റെ ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീഡിന്റെയും അതുപോലെ തന്നെ സ്പീഡിന്റെ റേറ്റുകളാണ് ഇവിടെ ഓരോന്നായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ ഓർമ്മിക്കത്തില്ല, നമുക്ക് അലുമിനിയം മാത്രം ഒന്ന് പഠിച്ചു വെക്കുക 70 100. അതുപോലെ അതിന്റെ കൂടെ തന്നെ കാസ്റ്റേണും കൂടെ പഠിച്ചു വെച്ചിരിക്കുക 25 40. ബാക്കിയൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സ്റ്റീലും വേണമെങ്കിൽ പഠിക്കാം. സ്റ്റീലിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ 35 80 എന്നുള്ള രീതിയിൽ വേണം പഠിക്കാം. അലോയ് ഉണ്ട്, അത് 30 35. മീഡിയം കാർബൺ ഉണ്ട്. അലോയ് 5 10 കുറച്ചാണ്. അലോയ്ക്ക് കുറച്ച് മതി കട്ടിംഗ് സ്പീഡ്. അലോയ് സ്റ്റീൽ 5 10. അലോയ് ഹൈ ടെൻസൈൽ ആണ്. അലോയ്ക്ക് ഒക്കെ ആണെങ്കിൽ 5 10. മൈൽഡ് സ്റ്റീൽ കാസ്റ്റേണിന്റെ ഒക്കെ അടിച്ചു വെച്ചിരിക്കണം. കാസ്റ്റേണൊക്കെ ഒന്ന് പഠിക്കണം 25 40. അത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ, അപ്പൊ അതിന്റെ കട്ടിംഗ് സ്പീഡ് അറിഞ്ഞിരിക്കുന്നത് അത്രയും നല്ലതായിരിക്കും. അതുപോലെ അതിന്റെ ഫീഡ് റേറ്റ് ആണെങ്കിൽ പഠിക്കണം. എല്ലാം മിക്കവാറുള്ള സാധനത്തിന്റെ ഫീഡ് റേറ്റ് നമ്മൾ എടുക്കുന്നത് 0.2 1 ഇടയ്ക്കായിരിക്കും. പക്ഷെ അതേസമയം കാസ്റ്റേൺ എടുക്കുന്ന സമയത്ത് നമുക്ക് അത്രയും ഫീഡ് റേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. 0.15 0.7 ഇടയ്ക്കായിരിക്കും നമ്മൾ കൊടുക്കുക. അതായത് സാധാരണ 0.2 1 ഇടയ്ക്കാണെങ്കിൽ ഇവിടെ വരുന്നത് കുറച്ചുകൂടെ കുറഞ്ഞിട്ടുള്ള ഒരു ഫീഡ് റേറ്റ് ആയിരിക്കും. 0.15 0.7 ഇടയ്ക്കായിരിക്കും. ഇനി ബാക്കിയുള്ള എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇനി വരുന്നത് അലോയ് അല്ലെ, ഹൈ ആയിട്ടുള്ള ഒരു അലോയുടെ ഹൈ ടെൻസൈൽ സ്റ്റീൽ എടുക്കുകയാണെങ്കിൽ അതിലും കുറവായിരിക്കും. എത്ര കൊടുക്കണം? 0.08 0.3 ഇടയ്ക്കായിരിക്കും കൊടുക്കേണ്ടത് ഫീഡ് റേറ്റ്. അതിന് കട്ടിംഗ് സ്പീഡ് ഓൾറെഡി കുറവാണ്. പോരാത്തിന് അതിന്റെ ഫീഡ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 0.08 0.3 ഇടയ്ക്കായിരിക്കും. ഓക്കെ, അപ്പൊ അത് എല്ലാം ഒന്നും പഠിക്കണ്ട. ഞാൻ പറയുന്ന ഒരു 1 2 ഒക്കെ ചിലപ്പോ ഇങ്ങനെയൊക്കെ വല്ല ചോദിക്കാം. കാസ്റ്റേണിന്റെ കാസ്റ്റേണിന്റെ 25 40 പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ അലോയ് 5 മുതൽ 10 എന്നുള്ള രീതിയിൽ ഫീഡ് റേറ്റ് 0.21 ആണ്. പക്ഷെ കാസ്റ്റേൺ എടുക്കുമ്പോൾ 0.15 0.7 ഇടയ്ക്കായിരിക്കും. അതേസമയം നമ്മുടെ ഹൈ ടെൻസൈൽ ആയിട്ടുള്ള സംഭവങ്ങൾ അതെ 0.08 0.3 ഇടയ്ക്കായിരിക്കും സ്റ്റീൽ അലോയ് ഹൈ ടെൻസൈൽ സ്റ്റീൽ ഒക്കെ എടുക്കുകയാണെങ്കിൽ എത്രയായിരിക്കും വരിക. ഞാൻ ഡെപ്ത് ഓഫ് കട്ട് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം തീരും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഡെപ്ത് ഓഫ് കട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സംഭവം മറന്നില്ല. ഡെപ്ത് ഓഫ് കട്ടിന്റെ വാല്യൂ എപ്പോഴും വരുന്നത് mm ലായിരിക്കും. അതെന്ന് അറിയപ്പെടുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ മെഷീനിങ് അല്ലെ. നമ്മുടെ മെഷീൻ ചെയ്യുന്നതിന് മുന്നേയും മെഷീൻ ചെയ്തതിന് ശേഷം വരുന്ന ആ ഒരു ഡയമീറ്ററിന്റെ ഡിഫറൻസ് നിങ്ങൾ എടുക്കണം. മെഷീൻഡ് ആൻഡ് അൺമെഷീൻഡ് സർഫസിന്റെ ഡയമീറ്ററിന്റെ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ എടുത്താൽ ഇത് കിട്ടും. ഡെപ്ത് ഓഫ് കട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെഷീൻഡ് ആൻഡ് അൺമെഷീൻഡ് സർഫസ് അല്ലെ. മെഷീൻ ചെയ്തിരിക്കുന്നതും അൺമെഷീൻ ചെയ്തിരിക്കുന്നതും സർഫസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് കട്ട് വരും. ഇൻ ടേംസ് ഓഫ് ഡയമീറ്ററിൽ അവിടെ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? D1 - D2 കേട്ടോ. ഒരെണ്ണം മെഷീൻഡ് സർഫസും മറ്റൊരെണ്ണം അൺമെഷീൻഡ് സർഫസ് ആണെങ്കിൽ അൺമെഷീൻഡ് ആയിട്ടുള്ള സർഫസിന്റെ ഡയമീറ്റർ എപ്പോഴും കൂടുതലായിരിക്കും. അപ്പം അൺമെഷീൻഡ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനിഷ്യൽ ആയിട്ട് വരുന്ന ഡയമീറ്ററും ഫൈനൽ ആയിട്ട് ഡയമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡിവൈഡഡ് ബൈ 2 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡെപ്ത് ഓഫ് കട്ട് കിട്ടും. ഓക്കെ, എന്താണ് നമ്മുടെ ഡെപ്ത് ഓഫ് കട്ട്. പിന്നെ ഇതൊന്നും നമ്മൾ നോക്കണ്ട, ഈ ഒരു സാധനം ഒന്നും നോക്കണ്ട, കേട്ടില്ല. ഇന്റർപൊലേഷൻ അത് ആ ഹെഡിങ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ലീനിയർ, സർക്കുലർ, ഹെലിക്കൽ, പാരബോളിക്, ലോഗരിതമിക്. അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. എന്ന് വേണമെങ്കിൽ നോക്കാം, കാര്യമൊന്നുമില്ല.